ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ വിശ്വാസ്യത സംബന്ധിച്ച് നേരത്തെ തന്നെ പല പരാതികളും സംശയങ്ങളുമൊക്കെ ഉയർന്നു വന്നതാണ്. വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം കാണിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഹർജി ഇന്ന് സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടും VVPAT സ്ലിപ്പുകളും തമ്മിൽ ഒരു ക്രോസ് മാച്ച് ചെയ്യണം, വെരിഫിക്കേഷൻ നടത്തണം എന്നുള്ളതായിരുന്നു. പക്ഷേ അത് നടക്കില്ല. ഒരു സംശയത്തിന്റെ പേരിൽ മാത്രം ഈ ഒരു പ്രവർത്തനത്തിൽ ഇടപെടാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി ഇന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ പ്രവർത്തനം അത് സുതാര്യമാണ്, അതിൽ ഒരു കൃത്രിമവും കാണിക്കാൻ കഴിയില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതി അറിയിച്ചു. ഈ വാദം അംഗീകരിച്ചുകൊണ്ടാണ് വെറുതെ ഒരു അന്ധമായി ഒരു സംവിധാനത്തെ അവിശ്വസിക്കേണ്ടതില്ല എന്ന് സുപ്രീം കോടതിയുടെ നിരീക്ഷണം വരുന്നത്. നിഷാദ്, എന്തായാലും സുപ്രീം കോടതിയുടെ ഈ ഒരു ഉത്തരവിന് പിന്നാലെ ഈ ഇലക്ട്രോണിക് EVMുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും ഒരു ഉത്തരമാവുകയാണോ? ഒരിക്കലുമില്ല. സുപ്രീം കോടതി അത് പരിഗണിക്കുക, അത് നടപ്പിലാക്കുക എന്നത് ഭയങ്കരമായ ടാസ്ക്കാണ് എന്ന് മാത്രമല്ല, കേവലമായ സംശയങ്ങൾ ഉയർത്തിയ ഒരു സിസ്റ്റത്തെ മുഴുവൻ നിങ്ങൾ സംശയത്തിലാക്കരുത് എന്ന് പറഞ്ഞു ശരിയാണ്. അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ലല്ലോ. അതായത് വിവിധ കേന്ദ്രങ്ങൾ, ഇന്ത്യക്കകത്തും പുറത്തുമുള്ള വ്യക്തികളും സ്ഥാപനങ്ങളും ഇന്ത്യയിലെ EVM ഇങ്ങനെ നമുക്ക് ഹാക്ക് ചെയ്യാൻ കഴിയുന്നതാണ്, അതിൽ കൃത്രിമത്വം നടത്താൻ കഴിയുന്നതാണ് എന്നുള്ള ഡെമോൺസ്ട്രേഷനുമായിട്ട് രംഗത്ത് വന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. അതിനെക്കുറിച്ച് കോടതിക്കുള്ള മറുപടി എന്താണ്? അതിനെക്കുറിച്ച് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ള മറുപടി എന്താണ്? അപ്പോൾ അത് വിശദീകരിക്കപ്പെട്ടിട്ടില്ല. സുപ്രീം കോടതിന് മുമ്പിൽ ഒരു പ്രയർ ചെല്ലുന്നു, ഈ VVPAT മുഴുവൻ എണ്ണാതെ ഇതിലെ സംശയം ദൂരീകരിക്കപ്പെടില്ല. സുപ്രീം കോടതി അപ്പോൾ കമ്മീഷനോട് ചോദിക്കുന്നു. കമ്മീഷൻ സ്ഥിരം നമുക്ക് എല്ലാവർക്കും തന്ന വിശദീകരണം അവിടെയും കൊടുക്കുന്നു. സുപ്രീം കോടതി വളരെ വേഗത്തിൽ അത് തീർപ്പാക്കുന്നു. പക്ഷേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വന്നു കഴിഞ്ഞിട്ടില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അതായത് ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുൻപാകെ ഈ VVPATുമായി ബന്ധപ്പെട്ടും EVMുമായി ബന്ധപ്പെട്ടും ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അവരത് എടുക്കാൻ തന്നെ താമസിച്ചു. ഫൈനലി ഒരു Q&A പോലെ, ചോദ്യ ഉത്തരം പോലെ അവർ ഒരു സംഗതി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അതിനകത്ത് പോലും എല്ലാ കാര്യങ്ങൾക്കുമുള്ള പൂർണ്ണമായിട്ടുള്ള ഉത്തരം നൽകാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഒന്നാമതൊരു കാര്യമുണ്ട്, അതായത് ഈ EVMുകൾ, ഒരു EVM ഏത് മണ്ഡലത്തിൽ ആണ് സ്ഥാപിച്ചിരിക്കുന്നത്, ആ മണ്ഡലത്തിൽ ആരൊക്കെയാണ് അതിലെ സ്ഥാനാർത്ഥികളെന്ന കാര്യം EVMിൻ്റെ പ്രോഗ്രാമിങ്ങിന് അറിയാൻ പാടുള്ളതല്ല. അങ്ങനെ അറിയാമെങ്കിൽ അതിനകത്ത് കൃത്രിമത്തിന് സാധ്യതയുണ്ടല്ലോ, ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ ചോദ്യത്തിന് ആരും ഉത്തരം പറഞ്ഞിട്ടില്ല, കമ്മീഷൻ ഉത്തരം പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, കമ്മീഷൻ്റെ ഉത്തരത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഏത് EVM ഏതൊക്കെ മണ്ഡലത്തിലാണ് സ്ഥാപിച്ചിട്ടുള്ളത് എന്ന കാര്യം അതത് EVMിൽ പ്രോഗ്രാം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ ഓരോ ദിവസവും തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം രാവിലെ നടത്തുന്ന റാൻഡം ടെസ്റ്റ് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. അങ്ങനെയാണെങ്കിൽ എന്ന പ്രശ്നം ഓൾറെഡി ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് എന്നതാണ്. ഇൻ്റർനെറ്റ് വഴി ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേടിന് സാധ്യതയുണ്ടോ? ഇൻ്റർനെറ്റിൻ്റെ ബന്ധം പൂർണ്ണാർത്ഥത്തിൽ വിച്ഛേദിക്കപ്പെടുന്നുണ്ടോ? ഇതൊരു കാൽക്കുലേറ്റർ പോലെ പ്രവർത്തിക്കുന്നു എന്നാണ് ആദ്യഘട്ടത്തിലൊക്കെ ഈ കമ്മീഷൻ നൽകിവിടുന്ന വിശദീകരണം. പക്ഷേ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ നിന്ന് സ്ഥാനാർത്ഥി പട്ടിക അടക്കമുള്ള സംഗതികൾ യന്ത്രത്തിലേക്ക് ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇൻ്റർനെറ്റ് ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെടുന്നില്ല. അപ്പോൾ അവിടെ ക്രമക്കേടിന് സാധ്യതയുണ്ടെന്നുള്ള ചോദ്യത്തിന് പൂർണ്ണമായിട്ടുള്ള ഉത്തരം ഈ Q&Aയിൽ ഉത്തരം തന്നിട്ടില്ല എന്ന് കാണാം. അപ്പം ഈ സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ പരിമിതമായിട്ടുള്ള ബിറ്റ് മാപ്പ് വിവരങ്ങൾ മാത്രമേ അതിനുള്ളൂ. അതിനപ്പുറത്തേക്കൊന്നുമില്ല. അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ മെഷീനകത്ത് കടന്നു കയറി സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ഒരു മാൽ പ്രാക്ടീസ് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നു. അതേസമയം നമ്മളിപ്പോൾ ഈ വിദഗ്ധർ ഈ Q&A പുറത്തു വന്നതിന് ശേഷം അവർ എഴുതിയിട്ടുള്ള വിവരങ്ങൾ വായിച്ചു നോക്കിയാൽ അങ്ങനെയല്ല. അത് കേവലമായ ഒരു കാൽക്കുലേറ്റർ അല്ല. അതിനകത്ത് ഈ സ്ഥാനാർത്ഥി കിട്ടുന്ന വോട്ട്, അതിലെ അക്കങ്ങൾ, അതിലെ ഒപ്പം തന്നെ ഈ ബിറ്റ് മാപ്പ് ഇവ തമ്മിൽ സംയോജിപ്പിച്ചുകൊണ്ട് പ്രിൻ്ററിന് മെസ്സേജ് കൊടുക്കുന്ന അടക്കം ആധുനികമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ അതിനകത്ത് പ്രവർത്തിപ്പിക്കുന്നുണ്ട്. അത് കേവലമായിട്ടുള്ള ഒരു പരിമിതമായ സാങ്കേതികവിദ്യയല്ല, സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള മോർ ഇൻഫർമേഷൻ അതിനകത്ത് മെഷീൻ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ മാൽ പ്രാക്ടീസിൻ്റെ സാധ്യത കൂടുതലാണ് എന്ന കാര്യം അവർ ചൂണ്ടിക്കാണിക്കുന്നു. VVPAT ഒറ്റത്തവണ മാത്രം പ്രോഗ്രാം ചെയ്യുന്നതാണെന്നുള്ള ക്വസ്റ്റ്യൻ കമ്മീഷനോട് ചോദിക്കുന്നു. കമ്മീഷന് അതിനെക്കുറിച്ച് ഉത്തരവില്ല എന്ന് മാത്രമല്ല, ഒറ്റത്തവണ മാത്രം പ്രോഗ്രാം ചെയ്യുന്നതല്ല എന്നാണ് കമ്മീഷൻ്റെ ഉത്തരത്തിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുകയാണ്. അതായത് VVPAT മാത്രം നോക്കിയാൽ പോരാ, കൺട്രോൾ യൂണിറ്റിനകത്തുള്ള പ്രോഗ്രാമിംഗ് എന്താണ് എന്നതിനെക്കുറിച്ച് പുറത്തുനിന്ന് ഒരാൾക്ക് എക്സാമിൻ ചെയ്യാൻ ഇവർ അനുവദിക്കുന്നില്ല, സമ്മതിക്കുന്നുമില്ല. അപ്പോൾ അതിനകത്ത് എന്ത് നടക്കുന്നു, അതായത് ഒരാൾ ചെയ്ത വോട്ട് തന്നെയാണോ VVPAT പ്രിൻ്ററിലേക്ക് കൊടുക്കുകയും പ്രിൻ്ററിൽ നിന്ന് പുറത്തേക്ക് വരികയും ചെയ്യുന്നത്, അതിൽ മാൽ പ്രാക്ടീസിനുള്ള സാധ്യത കൂടുതലുള്ള ഈ ക്വസ്റ്റ്യൻ അഡ്രസ്സ് ചെയ്യപ്പെട്ടില്ല എന്ന പ്രശ്നം ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ മെഷീൻ ഒരു തവണ മൊത്തം വോട്ടിങ്ങും പൂർത്തിയായി കഴിഞ്ഞ് ഒരു മുറിയിൽ കൊണ്ടുപോയി വെച്ച് 10-30 ദിവസം കഴിഞ്ഞ് പുറത്തെടുത്ത് വീണ്ടും എണ്ണുമ്പോൾ ഈ മെഷീനിൽ ലൊക്കേഷൻ പരിശോധിക്കാനുള്ള സംവിധാനമുണ്ടോ? ഈ മെഷീൻ എടുത്തുകൊണ്ട് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പോയിന്റിൽ മാത്രമാണോ സൂക്ഷിക്കപ്പെട്ടത് എന്ന കാര്യം പരിശോധിക്കാൻ സംവിധാനമില്ല. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ പെട്ടെന്ന് വായിച്ചു പോകുമ്പോൾ കിട്ടുള്ള കുറേ സംഗതികളാണ്. അപ്പോൾ ഇത് VVPAT ആണെങ്കിൽ ജസ്റ്റ് കാണിച്ചു തരുന്നില്ലേ ഉള്ളൂ, നമ്മുടെ കയ്യിൽ തരുന്നു മാത്രമില്ലല്ലോ. അപ്പോൾ ഒരു സംഗതി കാണിച്ചു തന്നിട്ട് കയ്യിലെടുത്ത് മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും സ്ഥിരീകരണത്തിലുള്ള ഒരു മാർഗ്ഗമല്ല, അതൊരു നീതിയുക്തമായ വഴിയിലും അല്ലല്ലോ. അങ്ങനെ ഇതിനെക്കുറിച്ച് പലതരത്തിലുള്ള ചോദ്യങ്ങൾ, വളരെ സങ്കീർണമാണിത്. ഈ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടതാണ്. ഈ ചോദ്യങ്ങൾക്ക് ആ നിലയ്ക്ക് ഉത്തരം നൽകപ്പെട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഉത്തരങ്ങൾ നൽകാത്ത ചോദ്യങ്ങൾ അവിടെ അവശേഷിക്കെ
എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞു. ബാലറ്റ് ശരിയാണ്, ബാലറ്റിലേക്ക് തിരികെ പോകുന്നത് വലിയ ടാസ്ക്കാണ്. അത് കുറച്ച് സമയം കൂടുതൽ എടുക്കുമെന്നുള്ള അവകാശവാദമുണ്ട്. എന്നാൽ അത്രയധികം സമയമൊന്നും വേണ്ടി വരില്ല എന്ന അഭിപ്രായം പറഞ്ഞവരുണ്ട്. അപ്പം ഇത്രയധികം മുന്നോട്ട് പോയി കഴിഞ്ഞു, ഇത്രയും ലക്ഷം EVM നമ്മൾ ഉപയോഗിക്കുന്നു, നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്ന് പറയുന്നത് ഇതിനകത്ത് സജ്ജമാവുകയും ഇതിൽ യൂസ്ഡ് ആവുകയും ചെയ്തു. ഇനിയിപ്പോൾ മറ്റേതിലേക്ക് തിരിച്ചു പോകണം, അല്ലെങ്കിൽ VVPAT മുഴുവൻ എണ്ണണം എന്നൊക്കെ പറയാൻ കോടതിയെ സംബന്ധിച്ച് പാടാണ്. മനസ്സിലായില്ല? അങ്ങനെ ഉത്തരവിട്ടാതെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും കോടതി മനസ്സിലാക്കുന്നുണ്ടാവുമല്ലോ. അതുകൊണ്ട് കോടതി ആ സൗകര്യത്തെയൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് അന്ധമായ ഒരു സിസ്റ്റത്തെ നിങ്ങൾ സംശയിക്കരുതെന്നൊക്കെ പറയുന്നത്. അങ്ങനെ സംശയിക്കരുതെന്ന് കോടതി പറഞ്ഞാൽ സംശയങ്ങൾ അവസാനിക്കുന്നതല്ല, സംശയങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അത് വിശദീകരിക്കാൻ കോടതിക്ക് പോട്ടെ, അതിൻ്റെ ബാധ്യത കോടതിയിലല്ല. ഈ കമ്മീഷൻ അത് കോടതിയിലും വിശദീകരിച്ചിട്ടില്ല, QAന്റെയിലും വിശദീകരിച്ചിട്ടില്ല, രാഷ്ട്രീയ കക്ഷികളെ വിളിച്ചിരുത്തി അവരോട് പറഞ്ഞ മറുപടിയും വിശദീകരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഈ EVM എല്ലാം പെർഫെക്റ്റ് ആണ്, VVPATൻ്റെ പാതി കണ്ടാൽ എല്ലാം ഓക്കെ എന്ന് വിചാരിക്കുന്നതിൽ സത്യത്തിൽ ഒരു കഥയില്ല. ശരിയാണോ തെറ്റാണോ എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ശരിയാണ് എന്ന് ഈ രാജ്യത്തെ ബോധ്യപ്പെടുത്തുന്നതിൽ സിസ്റ്റം പരാജയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ CSDSൻ്റെ സർവേയിൽ കാണുന്നത് ഈ സാധനത്തിൽ മൊത്തം തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഏതെങ്കിലും തരത്തിലുള്ള മാൽ പ്രാക്ടീസിന് സാധ്യതയുണ്ടെന്ന് ചോദിക്കുമ്പോൾ നല്ല ശതമാനം ആളുകൾ അതുണ്ട് എന്ന് പറയാൻ കാര്യം എന്താണ്? ഇതടക്കമുള്ള കാരണം അതിനകത്തുള്ളതുകൊണ്ടാണ്. യെസ്, അജിംസി, EVMുമായി ബന്ധപ്പെട്ട ആ ഒരു പ്രക്രിയ, ആ ഒരു പ്രോസസ്സ്, അത് അത്രയധികം സങ്കീർണമായ ഒന്നായതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരാതികൾ വരുന്നത് അത്തരം വിഷയങ്ങളിലേക്ക്, ഫാക്റ്റിലേക്ക് സുപ്രീം കോടതി ശരിയായ രീതിയിൽ കടന്നിട്ടില്ലേ? യഥാർത്ഥത്തിൽ സങ്കീർണമല്ല എന്നുള്ളതാണ് എൻ്റെ ആൻസർ. നിഷ പറഞ്ഞില്ല, ആ മെഷീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കീർണ്ണമാണെന്ന് പറഞ്ഞില്ല. അങ്ങനെ ഒരു സങ്കീർണമായ പണി ചെയ്യേണ്ട ഒരു മെഷീൻ അല്ല EVM. ആകെ കൊടുക്കുന്ന ടാസ്ക് എന്താണ്? ആ ബട്ടൺ അമർത്തുമ്പോൾ അത് ആർക്കാണോ വോട്ട് ആ വോട്ട് രേഖപ്പെടുത്തുക, VVPAT സ്ലിപ്പിൽ അത് കാണിക്കുക. വളരെ സിമ്പിളാണ്. ഇപ്പോൾ ദിവ്യയുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിന് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, അത് ആൻഡ്രോയിഡ് ആയിരിക്കും. അത് ആൻഡ്രോയിഡ് ആണ് എന്നുള്ളത് അതിൻ്റെ മേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ് ആണ്. അപ്പോൾ ആൻഡ്രോയിഡ് ആയതുകൊണ്ട് അതിൽ എന്തൊക്കെ പ്രോഗ്രാംസ് ആണുള്ളത്, എന്തൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് ആ ഫോണിന് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. ഒരു മെഷീൻ എന്ന നിലയിൽ ആ ഫോൺ എന്തൊക്കെ പണി ചെയ്യണം എന്നുള്ള നിർദ്ദേശമാണ് അതിലെ പ്രോഗ്രാമിംഗ്. നേരത്തെ കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ അതാണ്, എന്തൊക്കെ പണിയാണ് ആ ഫോൺ ചെയ്യേണ്ടത്. EVMൽ എന്തൊക്കെ പണിയാണ് ആ ഒരു മെഷീൻ എന്തൊക്കെ പണിയാണ് ചെയ്യേണ്ടത് എന്ന പ്രോഗ്രാം, ആ കോഡ് എന്താണെന്നുള്ളത് അറിയില്ല എന്നുള്ള വളരെ സിമ്പിളായിട്ടുള്ള പ്രശ്നമാണ് ഇതിലുള്ളത്. ഒരു EVM എന്ത് ജോലിയാണ് ചെയ്യേണ്ടത് എന്ന ആ പ്രോഗ്രാം കോഡ്, ആ കോഡ് ആർക്കും അറിയില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും അറിയില്ല എന്നാണ്, അത് പരസ്യപ്പെടുത്താൻ കഴിയില്ല എന്നാണ് തെരഞ്ഞെടുപ്പ്. അതാണല്ലോ അതിൻ്റെ അർത്ഥം. അത് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനിലിരിക്കുന്ന കമ്മീഷണർമാർക്ക് അറിയാം അതിൻ്റെ കോഡ് എന്താണ്? അറിയില്ല. അവർക്കറിയില്ലല്ലോ, അവർക്ക് അതിൻ്റെ സാങ്കേതിക വിദ്യ അറിയില്ല, അവരതറിയേണ്ട കാര്യമില്ല. അപ്പോൾ ആരാണ് ഇത് ഈ കോഡ് പ്രോഗ്രാം ചെയ്യുന്ന ആരാണ്? അതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണല്ലോ. ഈ മെഷീൻ എന്ത് ജോലി ചെയ്യണം എന്ന ആ പ്രോഗ്രാം കോഡിങ് ആരാണ് ചെയ്തത് എന്നുള്ളത് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അത് ചെയ്തത് EVM ഉണ്ടാക്കുന്ന കമ്പനിയാണോ, ആ കമ്പനിയിലെ ടെക്നീഷ്യന്മാരാണോ? EVM ഉണ്ടാക്കുന്ന കമ്പനികളെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുണ്ടോ? ഏത് കമ്പനിയാണ്? ഇന്ത്യയിൽ അല്ല, ഭാരത് ഇലക്ട്രോണിക്സ്, ECI ഉണ്ട്. ഇനി ഇവരല്ലാതെ പുറത്തുനിന്ന് EVM വാങ്ങിയിട്ടുണ്ടോ, നമ്മൾ പുറത്തുനിന്ന് നിർമ്മിച്ചു കൊണ്ടുവന്നിട്ടുണ്ടോ? അതൊരു ക്വസ്റ്റ്യൻ അല്ലേ. ഇനി ECIയിലെയും ഭാരത് ഇലക്ട്രോണിക്സിലെയും ടെക്നീഷ്യന്മാരാണോ ആ കോഡിങ് ചെയ്തിട്ടുള്ളത്? സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആണോ ചെയ്തിട്ടുള്ളത്? അല്ലെങ്കിൽ അവരാരാണ്? അതൊരു ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ഭാരത് ഇലക്ട്രോണിക്സിന്റെ തലപ്പത്ത് BJP-ക്കാരുണ്ടെന്ന് നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഡയറക്ടർ ബോർഡ് അല്ലെങ്കിൽ ഇരുന്നോട്ടെ, BJP-ക്കാരത് ഭരിച്ചോട്ടെ. ഞാൻ ചോദിക്കുന്നത് ആരാണത് ചെയ്തിട്ടുള്ളത്? ഈ പ്രോഗ്രാം ചെയ്തിട്ടുള്ള ആരാണ്? അവരാരാണ്? അതും രാജ്യത്തെ ജനങ്ങൾ അറിയണ്ടേ. എങ്കിൽ അവർക്ക് ശമ്പളം കൊടുക്കുന്ന ആരാണ്? ഏത് കമ്പനിയുടെ കീഴിലുള്ളവരാണ്? ECIയിൽ ജോലി ചെയ്യുന്നവർ തന്നെയാണോ? ECIയിൽ ജോലി ചെയ്യുന്ന ഭാരത് ഇലക്ട്രോണിക്സ് ജോലി ചെയ്യുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരാണോ? ആണെങ്കിൽ അവരാരൊക്കെയാണ്? ഈ 3 ക്വസ്റ്റിന് ആൻസർ കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇതിലിപ്പോഴും മറച്ചു വയ്ക്കുന്ന പ്രശ്നം ഇതാണ്. ഇതിലെ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന ആരാണ് അത് ചെയ്തിട്ടുള്ളത്? അത് ആർക്കാണ് അത് അറിയാവുന്നത്? ഇപ്പോൾ ഉദാഹരണം വളരെ സിമ്പിളാണ് EVMൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. നമ്മൾ ഒരു ബട്ടൺ ഞെക്കുമ്പോൾ ഏത് സ്ഥാനാർത്ഥിക്ക് അനുസരിച്ചാണോ ബട്ടൺ ക്രമീകരിച്ചിട്ടുള്ളത് അവർക്ക് വോട്ട് വീഴണം. ഇനി ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ കാൽക്കുലേറ്റർ പോലെയല്ലല്ലോ അത് പ്രവർത്തിക്കുന്നത്. കാൽക്കുലേറ്റർ ഇത്ര സങ്കീർണമായ പ്രക്രിയയൊന്നുമില്ല. അപ്പോൾ ഈ ബട്ടൺ അമർത്തുമ്പോൾ ഓരോ വോട്ട്, ഇപ്പോൾ ഞാൻ കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നത്തിൽ ബട്ടൺ അമർത്തിയാണെന്നിരിക്കട്ടെ, അങ്ങനെ കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നത്തിൽ ബട്ടൺ അമർത്തുമ്പോൾ ഓരോ വോട്ട് BJPക്കും പോകണം എന്നാണ് പ്രോഗ്രാം ചെയ്തു വെച്ചിട്ടുള്ളതെങ്കിൽ അത് ഒരു സാധാരണ EVM വെരിഫൈ ചെയ്യുമ്പോൾ, തെരഞ്ഞെടുപ്പിന് മുമ്പ് EVM വെരിഫൈ ചെയ്യുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിക്ക് എങ്ങനെയാണ് മനസ്സിലാവുക? ഒരു വോട്ടർ എന്ന നിലയിൽ ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുക? ഇനി ഒന്നും വേണ്ട, അവിടുത്തെ പ്രിസൈഡിങ് ഓഫീസർക്ക് എങ്ങനെയാണ് മനസ്സിലാക്കുക? റിട്ടേണിംഗ് ഓഫീസർക്ക് എങ്ങനെയാണ് മനസ്സിലാവുക? തെരഞ്ഞെടുപ്പ് കമ്മീഷനിലിരിക്കുന്ന 3 കമ്മീഷണർമാർ, അവർക്കറിയാമോ ആ പ്രോഗ്രാം എന്നതിനെ കുറിച്ച്? അവർ സോഫ്റ്റ്വെയർ വിദഗ്ധരാണോ? പിന്നെ ഇതാർക്കാണ് അറിയാവുന്നത്? ഇപ്പം EVM ഒരു കേട് വന്നു, EVM നന്നാക്കണം. ആരാണ് നന്നാക്കുക? ECI ആണോ, ഭാരത് ഇലക്ട്രോണിക്സ് ആണോ? അതല്ല നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുകയാണോ? വേറെ പുറത്തുനിന്ന് ഒരാളാണോ? അവർ നന്നാക്കാനാണെന്ന് പറഞ്ഞിട്ട് അവർ അത് പ്രോഗ്രാം ചെയ്തു വെച്ചു.
ഒരു വോട്ട് കോൺഗ്രസിന് ചെയ്താൽ 10 വോട്ട് BJPക്ക് വീഴുന്ന രീതിയിൽ പ്രോഗ്രാം ചെയ്തു വെച്ചു. ആരറിയാനാണ് ഇങ്ങനെ നടക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു സാധ്യ പോസിബിലിറ്റിയാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ ചെയ്താലൊരു പ്രശ്നമില്ല. ടോട്ടൽ വോട്ട് എത്രയാണെന്നുള്ള കണക്ക് എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ. ഒരു വോട്ട് കോൺഗ്രസിന്, 3 വോട്ട് BJPക്ക് എന്നാലും ടോട്ടൽ വോട്ടിൻ്റെ എണ്ണം വല്ലാതെ കൂടും. അല്ല, ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്. കോൺഗ്രസിന് വോട്ട് ചെയ്തു, VV പാറ്റിൽ കൈപ്പത്തിയും കാണിക്കുക, വോട്ട് BJPക്കും പോയാൽ അറിയാം. അത് ശരിയാണ്. അതായത് കോൺഗ്രസിന് പോവാതിരിക്കുക, മറിച്ച് അപ്പുറത്ത് പോകുക. സിമ്പിൾ. ഇതാ ഞാൻ പറഞ്ഞോളൂ. ഈ പ്രോഗ്രാം സുതാര്യമാക്കുക, എന്ത് കോഡാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്, എന്ത് പ്രോഗ്രാമിംഗ് ആണ് ചെയ്തിട്ടുള്ളത്, സുതാര്യമാക്കുക എന്നുള്ളതാണ് ഈ വിഷയം അവസാനിക്കുന്നത്. അത് മാത്രം ചെയ്യില്ല, അത് പറ്റുകയില്ല എന്നുള്ളതാണ് പിടിവാശിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഈ കോടതിയിൽ നിന്നുണ്ടായ വിധി നമ്മൾ പ്രതീക്ഷിച്ചു തന്നെയാണ്. ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ തുടങ്ങിയതിന് ശേഷമാണ് ഈ ഹർജികൾ മുമ്പേ വന്നതാണ്. 2019 തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ വന്ന ഹർജികൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ പരിഗണിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഈ കേസ് ലിസ്റ്റ് ചെയ്യുകയും കേസ് കേൾക്കാൻ ആരംഭിക്കുകയും ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഒരു തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിനെ ഡിസ്റപ്റ്റ് ചെയ്യുന്ന രീതിയിൽ കോടതിയിൽ ഒരിക്കലും ഒരു കേസുകളിലും പെരുമാറാറില്ല. അതുകൊണ്ട് ഇന്ന് വന്ന വിധി അത് പ്രതീക്ഷിച്ചത് തന്നെയാണ്, ഇങ്ങനെ തന്നെ വരുള്ളൂ എന്നാലും പ്രതീക്ഷിച്ചതാണ്. പക്ഷേ നിരാശാജനകമായ കാര്യം, നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ Q&A ആയി കൊടുത്തിട്ടുള്ള വിശദാംശങ്ങൾ തന്നെ മാത്രമാണ്. അതിനപ്പുറം ഒരു വാക്ക് പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ പറയുന്നില്ല, കോടതിയിലും പറയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വാദങ്ങൾ മുഖവിലയ്ക്ക് എടുത്തിട്ടുണ്ട് നൽകിയൊരു വിധി മാത്രമാണിത്. അതിനപ്പുറം ഈ EVM-നെ കുറിച്ച് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന സംശയങ്ങൾക്ക് ഒരു തരത്തിലുള്ള ദൂരീകരണവും നൽകാൻ ഇന്നത്തെ വിധി പര്യാപ്തമല്ല. ഇതേ അവിശ്വാസം ഇനി അടുത്ത 2029 തെരഞ്ഞെടുപ്പ് വരെ ആ വിശ്വാസം തുടരുക തന്നെ ചെയ്യും. യെസ്, അതാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ വിധി നിരാശാജനകമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ആ വിധിക്ക് ശേഷവും EVM-നെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് സംശയങ്ങൾ ഇപ്പോഴും ഉത്തരം കിട്ടാതെ അവശേഷിക്കുകയാണ്. അതിനുള്ള ഉത്തരം നൽകാൻ ഇപ്പോഴും സുപ്രീം കോടതിക്കോ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ സാധിച്ചിട്ടില്ല.